ഒരു ജോലി ചെയ്യുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് അറിവുണ്ടായാൽ മാത്രമേ നമുക്കതിൽ വിജയിക്കാൻ പറ്റും. ഞാൻ വിജയിച്ചെന്നല്ല, നമുക്ക് ഇത്ര എത്താൻ പറ്റും. ഇപ്പം നമ്മുടെ ഇവിടെയുള്ള വലിയ വലിയ ഓണ്ടർപ്രണേഴ്സൊക്കെ എല്ലാവരും ഫാമിലി ആയിട്ട് ടെക്സ്റ്റൈലും ഒക്കെ ചെയ്ത ആളുകളായിരിക്കും. പക്ഷേ എനിക്ക് അങ്ങനെ ഒന്നുമില്ല. ഞാൻ ഐ ആം എ സുവോളജി ഗ്രാജുവേറ്റ്, സബ്ജക്റ്റായിട്ട് ഒരു ബന്ധമില്ല, ഫാഷൻ ഡിസൈനിങ് ഒന്നും പഠിച്ചിട്ടില്ല. അച്ഛൻ ഫാർമസിസ്റ്റ് ആയിരുന്നു, അല്ലാണ്ട് ബ്രദേഴ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് വലിയ ഇതൊന്നുമില്ല. പക്ഷേ എനിക്ക് ഭയങ്കര പാഷനായിരുന്നു. ഓരോ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുക, പാറ്റേൺ വരയ്ക്കുക, ഒരു ഷോപ്പിൽ കൊണ്ടേ കൊടുക്കുക. അപ്പോൾ ചെയ്ത് കിട്ടുമ്പോൾ ശരിയാവില്ല, അങ്ങനെ ഭയങ്കര ടെൻഷൻ വിഷമം. പക്ഷേ ഇൻബോൺ ചിലപ്പം ഉണ്ടാവുമായിരിക്കും. അമ്മ എന്ന് പറഞ്ഞ ആൾ ഹൗസ് വൈഫായിരുന്നു. പക്ഷേ അമ്മ ചെറുപ്പത്തിലേ മുതലേ എപ്പോഴും ഡ്രസ്സ് തുന്നിക്കുക, എനിക്ക് ഡ്രസ്സ്, അച്ഛനും അമ്മയും ബ്രദേഴ്സായിട്ട് ഒരുപാട് ഏജ് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം എപ്പോഴും ഓരോ ഡ്രസ്സ് തുന്നിക്കുക, പാറ്റേൺ ചെയ്യുക. ഈ പൈപ്പിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴാണ് പൈപ്പിംഗ് ഒക്കെ വന്നേക്കുന്നത്. അന്നത്തെ കാലത്തെ മുതലേ അമ്മ ഒരു കടയിൽ കൊണ്ടേ കൊടുത്ത് ഇവിടെ സ്കേർട്ടിൻ്റെ പൈപ്പിംഗ് എടുത്ത് നെക്കിലൊക്കെ വെച്ച് അന്ന് ചേച്ചി കാണുന്നുണ്ട്. അപ്പോൾ അമ്മയാണെങ്കിലും ഭയങ്കര വെൽ ഡ്രസ്ഡ് ആണ്, എപ്പോഴും കോട്ടൺ സാരി അല്ലെങ്കിൽ സിൽക്ക് സാരി ഉപയോഗിക്കുള്ളൂ. അപ്പോൾ ഏത് ബ്ലൗസ് തയ്ച്ചു കൊണ്ടാലും ഞാൻ കാണാറുണ്ട് അമ്മ ഇങ്ങനെ തുന്നും. പക്ഷേ അമ്മയ്ക്ക് പിടിക്കില്ല, ചുളുക്കൊക്കെ വന്നാൽ അത് കറക്റ്റ് ചെയ്യും. അച്ഛനാണെങ്കിൽ ഭയങ്കര വെൽ ഡ്രസ്ഡ് മാനാണ്, എപ്പോഴും വെൽ ഡ്രസ്ഡ് ആയിരുന്നു. അപ്പം അത് കണ്ട് വന്ന ഒരു ഇത് കൊണ്ടായിരിക്കാം എനിക്ക് ഇതിനോട് ഭയങ്കര താല്പര്യമായിരുന്നു. പിന്നെ കല്യാണം കഴിഞ്ഞ് ജോലിക്കൊന്നും പോകാൻ ഹസ്ബൻഡിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പം ഈ പറഞ്ഞ പോലെ കുറച്ച് ആളിങ്ങനെ ഓരോന്നൊക്കെ പഠിക്കാൻ പോയി. അപ്പം ഞാനിതുപോലെ കട്ടിങ്, സ്റ്റിച്ചിങ്, എംബ്രോയിഡറി, കട്ട് വർക്ക് എല്ലാം പഠിച്ചു വിട്ടാം. എല്ലാം പഠിച്ചു. പഠിച്ച് നമ്മൾ അന്നും തുടങ്ങുന്ന ചിന്ത പോലും മനസ്സിലില്ല, വെറുതെ ഒരു ആഗ്രഹം കൊണ്ട് പഠിച്ചിരിക്കുന്നു. അത് എനിക്ക് സ്വന്തമായിട്ട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി. ഒരു കാര്യം നമുക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ നമുക്ക് അതിന് അറിവുണ്ടാവണം. ഈ ഓരോ ബുട്ടിക്സിൻ്റെ വിജയം എന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെ എല്ലാവരുടെയും നമുക്ക്